പെട്ടെന്ന് ഇന്ത്യയിലോട്ട് ലേബറിനെ തപ്പി വരാനുണ്ടായ കാരണം. അപ്പോൾ പുള്ളി അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. റഷ്യ ഈ വാർ തുടങ്ങിയ ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 7.5-8 ലക്ഷം റഷ്യൻ സോൾജിയേഴ്സ് ഇഞ്ചുവേർഡായി. സോൾജിയേഴ്സ് എന്ന് പറയുന്ന പല ആൾക്കാരെ ഈ റിസർവ് അതും ഇതും ഒക്കെ പല ആൾക്കാരെ പലയിടത്തും ജോലി ചെയ്തവരൊക്കെ എടുത്താണ് ഈ പറയുന്ന 7-8 ലക്ഷം. അതിൻ്റെ അകത്ത് അതിനുശേഷം ഏകദേശം 1.5 ലക്ഷം റഷ്യൻ സോൾജിയേഴ്സാണ് കൊല്ലപ്പെട്ടത്. അപ്രോക്സിമേറ്റ് 10 ലക്ഷം പേരാണ് റഷ്യ ഉക്രൈൻ വാറിൽ റഷ്യക്ക് നഷ്ടപ്പെട്ടത്. അതിൻ്റെ അകത്ത് ഏകദേശം 2.5 ലക്ഷം പേരെ കാണാനില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇത് നോർത്ത് കൊറിയയിൽ നിന്ന് വരെ പട്ടാളത്തെ കൊണ്ടുവന്നു. നോർത്ത് കൊറിയൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ ഉള്ളവരെ ലേബറായിട്ട് കൊണ്ടുവന്നു. അവരെയും വാറിൽ കൊണ്ടുവരുന്നത്, അവരും കൊല്ലപ്പെട്ടു. പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട് ഇതേപോലെ. ഈ നോർത്ത് കൊറിയയുമായിട്ടുള്ള ധാരണയാണ് പുറത്ത്. ലേബറായിട്ട് പലരും വന്നു, പലരും വാറിൽ പങ്കെടുത്ത് ഇവരൊക്കെ ഡെഡ് ബോഡി അങ്ങോട്ട് തിരിച്ചു പോകാൻ തുടങ്ങി. അതിനുശേഷം നോർത്ത് കൊറിയ പഴയ ആവേശം കാണിക്കുന്നില്ല ലേബറായിട്ട് റഷ്യയിലോട്ട് വിടാനും വേണ്ടി. കാരണം ആൾക്കാർ അവരുടെ മക്കളുടെ അവരുടെയൊക്കെ ഡെഡ് ബോഡിയാണ് വരുന്നത് തിരിച്ച്. അപ്പം അതിനുശേഷമാണ് ഇപ്പം ഇന്ത്യയിലോട്ട് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ചതിയെന്ന് പറയുന്നത്.